മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എമ്പുരാനെ ആണെങ്കിൽ ഫസ്റ്റ് ഹാഫിലോട്ട് വരുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ ലൂസിഫർ ഒക്കെ കണ്ട ആ ഒരു രീതിക്കാനാണ് എമ്പുരാനും തുടങ്ങുന്നത്. കാരണം ആ ഒരു ഓരോ ക്യാരക്ടേഴ്സിനെ ഇപ്പം ഒരു മെയിനായിട്ടുള്ള ഹീറോ മാത്രം എടുത്ത് കാണിച്ച് ആളുടെ കഥ മാത്രം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ആൾക്കാരെ മാത്രം സിനിമയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് ചുമ്മാ ഇടുന്ന ഒരു പടമല്ല. ലൂസിഫറും അല്ല, എമ്പുരാനും അല്ല. അപ്പോൾ എമ്പുരാനിലേക്ക് വരുവാണെങ്കിലും ആദ്യം കുറച്ച് ഓരോരുത്തരെ കാണിച്ചിട്ട് അവരെന്താണ് ഏതാണെന്നുള്ളതിനെ കാണിച്ച് ബിൽഡ് ചെയ്ത് വന്ന് അവരുടെ ആ ഒരു സർക്കിൾ ക്ലിയർ ചെയ്തിട്ടാണ് മെയിനായിട്ട് ഒരൊറ്റ പോക്ക് പോവുകയാണ്. ആ ഒരു രീതിക്കാണ് എമ്പുരാൻ പോകുന്നത്. അപ്പോൾ എമ്പുരാനിലെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു സ്ലോ ആയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് ലെങ്തും ഉണ്ട് ഫസ്റ്റ് ഹാഫിന്. അപ്പം ഈ ഒരു പടത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ വേറെ ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ്റെ ഇൻട്രോ ആണെങ്കിലും വേറെ റേഞ്ചിലുള്ള ഇൻട്രോ ആണ്. നമുക്കറിയാം ഇപ്പോൾ ഈ വർഷത്തെ തന്നെ മലയാള സിനിമയിൽ ഇതുവരെ വന്ന ഇൻട്രോയിൽ ബെസ്റ്റ് ഇൻട്രോ ആണല്ല. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഇൻട്രോ ആണ് ബെസ്റ്റ് ഇൻട്രോ. അപ്പോൾ ഇപ്പം വരുന്ന ആ ഒരു പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. നമ്മുടെ ഇപ്പം ഈ 4 മണിക്കത്തെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 4 മണിക്കത്തെ ഷോ ഒക്കെ കണ്ടിട്ടുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറെ റേഞ്ചിലുള്ളൊരു സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് പക്ഷെ ഭയങ്കര വിഷ്വലായിട്ടുള്ള സംഭവങ്ങളും എല്ലാം ഭയങ്കര ക്വാളിറ്റിയിലാണ് പൃഥ്വിരാജ് മേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ദീപക് ദേവിൻ്റെ BGM-ഉം കാര്യങ്ങളും എല്ലാം ഈ സിനിമയ്ക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ ഈ സിനിമയിൽ കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ആകുന്നുണ്ട്. പക്ഷെ ആ ഒരു നായകൻ്റെ ആ ഒരു മാസും മസാല ആ ഒരു സംഭവമൊക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് പോകുന്ന രീതിക്കാണ് കാണിക്കുന്നത്. എന്തായാലും ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെങ്കിലും ഈ സിനിമയിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര വിഷ്വലി നല്ലൊരു ട്രീറ്റാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു സിനിമയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം അത് നമ്മൾ സിനിമ കണ്ട ആൾക്കാരൊക്കെ നമ്മളോട് ആ ഒരു സംഭവം പറഞ്ഞത് ഭയങ്കര ഒരു ലൈറ്റായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് ശകലം ലെങ്ത് കൂടുതലാണ് ഈ സിനിമയ്ക്ക്. അപ്പം ഈ ചെറിയൊരു സ്ലോയിലുള്ളൊരു നറേഷനുമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് ചെറുതായിട്ടുള്ള ഒരു പ്രശ്നം ചിലർക്ക് തോന്നിയിട്ടുണ്ട് അത് കണ്ടപ്പം. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും ഒരു ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു ലാലേട്ടൻ്റെ ഓറയൊക്കെ ആണെങ്കിൽ ഭയങ്കരമാണ് ഈ സിനിമയിൽ. അതുപോലെ തന്നെ നമ്മൾ പൃഥ്വിരാജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഫസ്റ്റിനേക്കാളിലും ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ കുറേയും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഈ സിനിമയെ കാണിക്കുന്നുണ്ട്. പൃഥ്വിരാജ് എന്താണ് സംഭവിച്ചത് എന്ന് കുറേ സംഭവങ്ങൾ. പിന്നെ ഫസ്റ്റിൽ പറയുന്ന ചില ചെറിയ പേരുകളൊക്കെ ഇതിനകത്ത് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്ത് അവരെന്താണ് ആരാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ആ ഒരു വില്ലനായിട്ട് വരുന്ന ആൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അത് തന്നിരിക്കുന്നത്. നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിക്കത്തെ ഒരു സംഭവമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി വിഷ്വൽ ട്രീറ്റ് ഉള്ളൊരു മലയാള സിനിമയാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്നത്. പൃഥ്വിരാജ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ പൃഥ്വിരാജ് പിന്നെയും പുള്ളിയുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ലാലേട്ടനാണെങ്കിലും നമ്മളെ കുറേ നാളിന് ശേഷം ലാലേട്ടൻ ഒരു വെടിച്ചിലൻ സാധനമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്കിനിയും കാണാം ഈ മലയാള സിനിമയിൽ എമ്പുരാനാണെങ്കിൽ ഏതൊക്കെ റെക്കോർഡുകളൊക്കെ ഇനിയും തകർക്കും. അതേപോലെ തന്നെ അവസാനത്തെ ഫൈനൽ കളക്ഷൻ എത്ര ഇടുമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു സിനിമ എത്ര ഒരു ഫൈനൽ കളക്ഷൻ ഇടുമെന്നുള്ളത് ഒരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.